ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും ഉണ്ടാക്കാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബീഫ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. ആപ്ലോ അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി മൈദ എടുക്കാം. നമുക്ക് എത്രത്തോളം പൊറോട്ടയുടെ ക്വാണ്ടിറ്റിയിലാണോ വേണ്ട അത്രത്തോളം മൈദ എടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പും പഞ്ചസാരയും, അത് എത്രത്തോളമാണോ മൈദ എടുക്കുന്നത് അത്രത്തോളം ഉപ്പും അത്രത്തോളം പഞ്ചസാര ഇടുക. പഞ്ചസാര ഇടുന്നത് നമുക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച്, സാധാ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല എന്താ ഒട്ടാതെ നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ എണ്ണയെന്ന് വെച്ചാൽ നെയ്യും എണ്ണയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാ ഒരു തുണി വെച്ച് അതൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പോൾ റെസ്റ്റിംഗ് ടൈം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ട ഉണ്ട്. കാരണം എല്ലാ പൊറോട്ട ഉണ്ടാക്കുന്നത് മുട്ടയും പാലൊക്കെ ചേർത്തിട്ടാണ്. പക്ഷേ മുട്ടയും പാലും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നേക്കും. ചക്ക വീണ ചത്ത മുയൽ കൊമ്പുകൾ എനിക്കില്ല.